നമസ്കാരം. ഞാനിപ്പോൾ മലയാലപ്പുഴ ക്ഷേത്രത്തിന് മുമ്പിലാണ്. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മലയാലപ്പുഴ ദേവീക്ഷേത്രത്തെയാണ്. മലയാലപ്പുഴ അമ്മയുടെ ശക്തി ഏത് ഭക്തർക്കും, ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് അറിയാവുന്നതാണ്. അമ്മയുടെ വിശേഷങ്ങളും ഇവിടുത്തെ ഉത്സവത്തിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദിപരാശക്തിയായിട്ടുള്ള ദേവിയുടെ കടുശർക്കര യോഗത്തിലുള്ള ക്ഷേത്രമാണ്. അങ്ങനെയാണ് പ്രതിഷ്ഠ ഇവിടുത്തെ. ക്ഷേത്രത്തിൻ്റെ വിശേഷവും ഐതിഹ്യവും ചരിത്രങ്ങളും ഉത്സവ കാഴ്ചകളും എല്ലാം ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചയാകും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. മലയാലപ്പുഴ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്. ഇന്ന് 2024 ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ്. നമുക്ക് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഒന്ന് പരിചയപ്പെടാം. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 42 കിലോമീറ്റർ ദൂരമുണ്ട്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ടൊന്ന് ദർശനം നടത്താമെന്നുള്ളത്. നേരത്തെ പല പ്രാവശ്യം ഞാൻ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ, ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആദി പരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. മലയാലപ്പുഴ അമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു. 5 മലകളുടെ ഭഗവതിയാണ് മലയാലപ്പുഴ അമ്മ എന്ന് വിശ്വാസം. കൊല്ലൂർ മൂകാംബിക ചൈതന്യം തന്നെയാണ് മലയാലപ്പുഴ അമ്മ എന്ന് ഐതിഹ്യം പറയുന്നുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിലെ പോലെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപേണയുള്ള ആദി പരാശക്തിയാണ് മലയാലപ്പുഴ അമ്മ. 1000-ലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. കടും ശർക്കര യോഗം കൊണ്ടാണ് പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത്. ദ്രാവിഡ ക്ഷേത്രങ്ങളിലെ പ്രത്യേകതയായിട്ടുള്ള പൊങ്കാല ഉത്സവം ഇവിടെ പ്രധാനമാണ്. വിളിച്ച് അപേക്ഷിച്ചാൽ എത്ര വലിയ ആപത്തും മലയാലപ്പുഴ അമ്മ തടയും എന്നാണ് വിശ്വാസം. തുടർച്ചയായി 9 ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തുന്നത് ആഗ്രഹ സാഫല്യത്തെ പൂർത്തീകരിക്കുന്നതിന് ഉറപ്പായിട്ടും സാധിക്കും എന്നാണ് വിശ്വാസം. എല്ലാ മാസത്തിലെയും 1-ാം തീയതി, ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി എന്നീ ദിനങ്ങളൊക്കെ ഇവിടെ പ്രധാനമാണ്. കേരളീയ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിൽ ഒരു ചെറിയ നമസ്കാര മണ്ഡപവും ചുറ്റമ്പലവും ക്ഷേത്രത്തിനുള്ളിലായി ഒരു ബലിക്കൽ പുരയുമുണ്ട്. ക്ഷേത്രത്തിന് 3000 വർഷത്തിലേറെ പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഇടത്തരം വലിപ്പമുള്ള ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തായി ഗാംഭീര്യമുള്ള ഒരു ഗോപുരമുണ്ട്. ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിലിന് മുമ്പിൽ മുഖമണ്ഡപവുമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പലതരം വസ്തുക്കളിലാണ് ഇവിടുത്തെ ഭഗവതി വിഗ്രഹം പണിതിട്ടുള്ളത്. കടുശർക്കര യോഗം എന്ന രീതിയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പലതരം വിശേഷ മരങ്ങൾ, കളിമണ്ണ്, ആയുർവേദ പച്ചമരുന്നുകൾ, പാല്, നെയ്യ്, ശർക്കര, മഞ്ഞൾ, ചന്ദനം, കർപ്പൂരം, സ്വർണം, വെള്ളി, മണൽ, പ്രകൃതിദത്തമായ പശ തുടങ്ങിയവ ചേരുന്നതാണ് കടുശർക്കര യോഗം. മനുഷ്യ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും സമാനമായ ഘടന നൽകി താന്ത്രിക വിധി പ്രകാരമാണ് പ്രാണപ്രതിഷ്ഠ ഇവിടെ നടത്തിയിട്ടുള്ളത്. പാർവതിയുടെ മടിയിലിരിക്കുന്ന രൂപത്തിലുള്ള ഗണപതി, സ്വയംഭൂ ശിവൻ, മുഹൂർത്തി തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെ ഉപദേവതകളായി ഉണ്ട്. ക്ഷേത്രമതിലിന് കിഴക്ക് ആൽമരച്ചൂട്ടിൽ മലമാട് സ്വാമിത്തറ എന്ന പേരിലും ഒരു മലദൈവ സങ്കല്പമുണ്ട്. വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയാണ് ഇവിടുത്തെ വഴിപാട്. ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നും വിശ്വാസമുണ്ട്. വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന ഒരു കൊന്നമരത്തിന്റെ തണലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന് ക്ഷേത്രമില്ല. ശിവരാത്രി ദിവസം ഇവിടെ പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് പരിശോധിക്കാം. ഉത്തര തിരുവാങ്കൂറിലെ 2 നമ്പൂതിരിമാർ ഭഗവതിയുടെ മൂലസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തി ഭജനമിരുന്നു. അവരുടെ സന്തത സഹചാരിയായിരുന്ന ഒരു ഭഗവതി വിഗ്രഹം ദീർഘകാലത്തെ ഭജനയ്ക്ക് ശേഷം നിങ്ങളുടെ കൈവശമുള്ള ദേവീ രൂപത്തിൽ എന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും എന്ന് അവർക്ക് മൂകാംബികയുടെ അരുളപ്പാടുണ്ടായി. അവർ ക്ഷേത്ര ദർശനവും തീർത്ഥാടനവുമായി നാടു ചുറ്റി. പ്രായാധിക്യം കാരണം യാത്ര പറ്റാതെ വന്നപ്പോൾ പരാശക്തി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി പ്രതിഷ്ഠയ്ക്ക് പറ്റിയ സ്ഥലം മലയാലപ്പുഴയാണെന്ന് ഉപദേശിക്കുകയും ചെയ്തു. തുടർന്ന് അവർ മലയാലപ്പുഴയിൽ എത്തി പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. മലയാലപ്പുഴയിൽ എത്തിച്ചേർന്ന സമയം രാത്രി ആയതിനാൽ ഭഗവതി കാളിഭാവത്തിലേക്ക് മാറിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭഗവതിയുടെ പ്രതിഷ്ഠ നടന്നത് എന്നാണ് ഐതിഹ്യം. കാളി പ്രധാനമാണെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിലെ പോലെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി
സരസ്വതി എന്നീ ചൈതന്യങ്ങളുടെ ഐക്യരൂപമാണ് മലയാലപ്പുഴ അമ്മ. അച്ചക്കണ്ണാമല, ഉപ്പിടും പാറമല, ഊട്ടുപാറമല, ചെറുകുന്നത്തുമല, പുലിപ്പാറമല എന്നീ 5 മലദൈവങ്ങളുടെ മധ്യത്തിലാണ് ഇവിടെ പരാശക്തി കുടികൊള്ളുന്നത്. മറ്റൊരു ഐതിഹ്യപ്രകാരം ശ്രീ ഭദ്രകാളി കൊടുമൺ ഇടത്തിട്ടയിൽ നിന്നും തന്റെ ഒരു ഉപാസകനൊപ്പം മലയാലപ്പുഴയിൽ പോവുകയും ഉപാസകന്റെ താന്ത്രിക കർമ്മങ്ങളുടെ പരിസമാപ്തിയിൽ മലയാലപ്പുഴയിൽ കുടിയിരിക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. ഇന്നും ഇടത്തിട്ടയിൽ മലയാലപ്പുഴ ഭഗവതിയുടെ തിരുമൂലസ്ഥാനവും ദേവാലയവും കാണാം. വലഞ്ചൂഴിയമ്മ, താഴൂരമ്മ, കടമ്പനിട്ടക്കാവിലമ്മ എന്നീ ഭഗവതിമാരുടെ ജ്യേഷ്ഠ സഹോദരി സങ്കല്പത്തിൽ വിശ്വാസികൾ മലയാലപ്പുഴ ദേവിയെ ആരാധിക്കാറുണ്ട്. പരാശക്തിക്ക് പ്രാധാന്യമുള്ള ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി ദിവസങ്ങൾ ഭക്തർക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ മലയാള മാസത്തിലെ 1-ാം തീയതി, നവരാത്രി, തൃക്കാർത്തിക, ശിവരാത്രി, ദീപാവലി, മണ്ഡലകാല ദിവസങ്ങൾ എന്നീ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭക്തർ കൂടുതലായി എത്താറുണ്ട്. മൂകാംബിക പ്രാധാന്യമുള്ളതിനാൽ നവരാത്രി, വിജയദശമി ദർശനം, വിദ്യാരംഭം എന്നിവയും വിശേഷമാണ്. രക്തപുഷ്പാഞ്ജലി, തൂണിയരി പായസം, കോഴിയെ നടക്കി വയ്ക്കൽ, ചുവന്ന പട്ട്, മഞ്ഞൾ അഭിഷേകം, നെയ്വിളക്ക്, നിറപറ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. പൂക്കൾ, മഞ്ചാടിക്കുരു എന്നിവയാണ് പ്രിയപ്പെട്ട കാണിക്കകൾ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വിളിയേൽക്കുന്ന അമ്മയാണ് മലയാലപ്പുഴ ഭഗവതി എന്ന് വിശ്വസിക്കുന്നു. അമ്മയുടെ അടുത്തെത്തി പ്രാർത്ഥിച്ചാൽ എന്ത് ആഗ്രഹവും സഫലമാകുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. ആദിവ്യാധികളിൽ നിന്ന് രക്ഷ നേടുവാനും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാനും തൊഴിൽ തടസ്സം മാറുവാനും ഇവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുവാൻ എത്തുന്നു. തുടർച്ചയായി കുറഞ്ഞത് 9 വെള്ളിയാഴ്ചകളിൽ ഇവിടെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും ഉണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ മാസം തൊഴിലും വിശേഷമായി കണ്ടുവരുന്നു. മകരമാസത്തിലെ പൊങ്കാലയും ഇവിടെ വിശേഷമാണ്. മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷികോത്സവം കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആരംഭിച്ച് 11-ാം ദിവസം ആറാട്ടോടുകൂടി അവസാനിക്കുന്നു. ഇപ്പോൾ വാർഷിക ഉത്സവം നടക്കുകയാണ്. നവരാത്രി ഉത്സവമാണ് മറ്റൊരു ഉത്സവം. തൃക്കാർത്തിക, ദീപാവലി തുടങ്ങിയവയും ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നുണ്ട്. പത്തനംതിട്ട ടൗണിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ്. ഏത് ഭക്തർക്കും എളുപ്പം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സവിധമാണ് മലയാലപ്പുഴ അമ്മയുടെ സവിധം. ഇവിടുത്തെ ദർശന സമയം അതിരാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ ദർശനമുണ്ട്. അമ്മയുടെ ഈ ഉത്സവ ദിവസങ്ങളിലൊന്നിൽ വന്ന് ദീപാരാധനയും വൈകിട്ടത്തെ പൂജകളുമൊക്കെ കണ്ടു തൊഴാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നിങ്ങളിലേക്ക് ആ കാഴ്ച എത്തിച്ചു. നിങ്ങൾക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും തുടർന്ന് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.